പണ്ട് 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 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രൂരയായ മന്ത്രവാദിനി തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച റപ്പൻസൽ രാജകുമാരി അറിയാമോ നിങ്ങൾക്ക്? നീല കണ്ണുകളുള്ള സ്വർണ്ണമുടിയുള്ള ആ രാജകുമാരിയെ നിങ്ങൾക്കറിയാമോ? ആ ക്രൂരയായ മന്ത്രവാദിനി ആ രാജകുമാരിയെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചൊരു കോട്ടയുണ്ട്. അതുപോലൊരു കുഞ്ഞു കോട്ട കാണിക്കാനാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഹായ് ഹലോ, ദിസ് ഈസ് റോജിബിനി. വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ്. UAEയുടെ സ്മോളസ്റ്റ് എമിറേറ്റ് ആയ അജ്മാനിലെ ഒരു ചെറിയ ടൗൺ ആണ് ഈ അൽമനാമ. അൽമനാമയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞ് ഫോർട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഫോർട്ട്. ഈ ബ്ലോഗിന്റെ ആദ്യം തന്നെ ഒരു വലിയ കവാടം കാണിക്കുന്നുണ്ടല്ലേ, അത് തുറന്ന് അകത്തേക്ക് കയറുമ്പോഴുള്ള അതിനകത്ത് കാണുന്ന ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. വലിയ ഒരു കോട്ടമതിലിനുള്ളിലായിട്ട് ഒരു എത്രയോ ഏക്കർ സ്ഥലത്തായിട്ട് പടർന്നു കിടക്കുന്ന ഒരു വിസ്താരണമുള്ള വലിയൊരു കൃഷിത്തോട്ടവും അതിന് നടുവിലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഫോർട്ടും ഉണ്ട്. ഇതാ ഫോർട്ടിന്റെ ചുറ്റുഭാഗത്തുള്ള കുറച്ച് ഏരിയ കേട്ടോ, കുറച്ച് കൃഷി സ്ഥലങ്ങളും. ഇത് കണ്ടോ, ഈ പുല്ല് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്നോളം പൊക്കമുണ്ട് ആ പുല്ലിന്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് പിന്നെ എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അതിലകപ്പെട്ടു പോയി. പിന്നെ പെട്ടെന്ന് തിരിച്ചു വന്നു. Al-Manama is a peaceful town located about 60 kilometers to the east from Ajman. അൽമനാമ ഏരിയയുടെ സോയിൽ ഭയങ്കര ഫെർട്ടൈൽ ആണ്. സോ ലാർജ് പാർട്ട് ഓഫ് ദ അൽമനാമ ഈസ് ഡെഡിക്കേറ്റഡ് ടു അഗ്രികൾച്ചർ. ഈവൻ അവിടെ പപ്പായ ഉണ്ട്. ഞാൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നമ്മൾ ജുജുബി എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ്. അതേ കണക്കിന് പപ്പായ, പൊമോഗ്രാനേറ്റ്, ലെമൺ ട്രീ, അങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ആയാലും ഒക്കെ അവിടെ കൃഷി ചെയ്ത് അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹജാർ മൗണ്ടനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൊച്ചു സിറ്റിയും കൂടെയാണ് ഈ അൽമനാമ. അൽമനാമ ഈസ് ഇൻ ദ സെൻട്രൽ മൗണ്ടൻ ഏരിയ ഓഫ് ദി നോർത്ത്. സോ മനാമയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഹജാർ മൗണ്ടൻസിന്റെ നല്ല ഒരു വ്യൂ കിട്ടും. അവിടെ കണ്ടോ, ഞാനവിടെ കണ്ട കാഴ്ചയാണ്. ഇതെന്താന്ന് മനസ്സിലായോ? പൊമോഗ്രാനേറ്റ്, മാതളം പിടിച്ചു കിടക്കുകയാണെന്ന് വെച്ചാൽ അമ്മാതിരി ഉണ്ട്. ഇതൊരു ചെറിയ ഏരിയ മാത്രമാണ് കേട്ടോ. ഇതൊരു വലിയ ഒരു ഏരിയയിൽ നിറച്ച് ഇതേ കണക്കത്തുള്ള പൊമോഗ്രാനറ്റും ആ ജുജുബീൻ്റെ ഫ്രൂട്ടും അതിനൊക്കെ നമ്മുടെ നാട്ടിലെ പപ്പായ, പേരയ്ക്ക, അങ്ങനെ പല തരത്തിലുള്ള ഫ്രൂട്ടുകളാണ് അവിടെ അവർ വിളയിച്ച് വെച്ചിരിക്കുന്നത്. ഇതെന്തെന്ന് മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ നല്ല ഇത് കാണുമ്പോൾ നമ്മുടെ നാട് ഓർമ്മ വരും. മാവ്, ഇങ്ങനെയൊക്കെ മാവ് നിൽക്കുന്ന കണ്ടാൽ പിന്നെ ആരാ വലിച്ചു കയറാത്തത് അല്ലേ? നൊസ്റ്റ് പഠിച്ച് ഓടിച്ചാടിച്ചെന്ന് കയറിയതാ. ഇപ്പം പക്ഷെ മാങ്ങാ സീസൺ അല്ല. ഇത് അവിടുത്തെ ഇറിഗേഷന് വേണ്ടി സെറ്റപ്പ് ആക്കിയിരിക്കുന്ന ഒരു വാട്ടർ ചാനലാണ്. നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ സെറ്റാക്കി വെച്ചിരിക്കുന്നു. നോക്കി. പക്ഷേ ഇതെനിക്ക് എന്താണെന്നറിയാമോ, ഈ വെള്ളം പോകുന്ന ആ വഴിയില്ലേ, നിറച്ചും വെള്ള കളർ ഇരിക്കുക. അത് എന്തെങ്കിലും ഇനി ഇട്ടേക്കുന്നതാണോ അതോ ഇനി ക്ലേ പോലെ എന്തെങ്കിലും ആണോ, സെഡിമെൻ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിത് കണ്ടത്. ഇതെന്താന്ന് മനസ്സിലായോ? ഒരൊറ്റ മിനിറ്റ് ഇപ്പം കാണിച്ചുതരാ. കാണുന്നുണ്ടോ? പേരയ്ക്ക, നമ്മുടെ നാട്ടിലെ പേരയ്ക്ക. ഇപ്പം നിങ്ങൾ വിചാരിക്കുകയായിരിക്കും, പേരയ്ക്കയിലത്തെ എന്താ കാണാതിരിക്കുന്നത്? ആ പേരയ്ക്കേൻ്റെ ഒക്കെ വില അറിയണമെങ്കിൽ നിങ്ങളൊരു പ്രവാസിയാവണം. അപ്പം മനസ്സിലാവും, ഒരു പുല്ല് വരെ നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാകും. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് സൈഡിലോട്ട് പോയപ്പോഴാണ് ഇതേപോലൊരു വലിയൊരു ബേസ്മെന്റ് കണ്ടത്. അങ്ങനെ ഞാൻ അടുത്തോട്ട് പോയി നോക്കി. എന്നറിയുമ്പോൾ വലിയൊരു കിണർ പോലെ ആക്കിയിട്ടേക്ക്, വാട്ടർ ടാങ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അവർ വെള്ളം സംഭരിച്ചിട്ടിട്ടുണ്ട്. ഇതേപോലത്തെ സംഭവം നമ്മൾ എവിടെ കണ്ടിട്ടുള്ളതെന്നറിയാമോ? തമിഴ്നാട്ടിൽ ഇതേപോലത്തെ കിണറുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ? ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടു? ഇഷ്ടം പോലെ, കണ്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഇഷ്ടം പോലെ മീൻ കുഞ്ഞുങ്ങളും മീനുകളും അതിനകത്തുണ്ട്. പിന്നെ നടന്ന് ഒരു സൈഡിലേക്ക് ചെന്നപ്പോൾ പിന്നെ മത്തൻ കണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ കൃഷികൾ എല്ലാം നല്ല പച്ചപ്പടിച്ച് നല്ല ഗ്രീനിഷ് ആയിട്ട് കിടപ്പുണ്ട്. അവിടെയൊക്കെ പോയി നിന്നാൽ തന്നെ എന്താ സന്തോഷം എന്നറിയാമോ? എല്ലാം കാച്ചു വരുന്നുള്ളൂ. പിന്നെ കണ്ട ഇപ്പോൾ എനിക്കിത് എന്താണെന്ന് ആക്ച്വലി മനസ്സിലായിട്ടില്ല കേട്ടോ. എൻ്റെ പൂവൊക്കെ കണ്ട് ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായത് അത് ക്യൂക്കുംബറായിരുന്നു. ഇത് ക്യൂക്കുംബർ.
ഈ ചെടിയൊക്കെ ഓർമ്മ കേട്ടോ, നമ്മുടെ നാട്ടില് വയലിന്റെ കരയിലൊക്കെ കാണുന്ന, അതിന്റെ പേര് ഞാൻ മറന്നുപോയി എന്താണ്. ഇതൊക്കെ ഇവിടെയൊക്കെ ചെന്ന് കണ്ടപ്പോഴോ ഞാൻ ഒരു നിമിഷത്തേക്ക് ഞാൻ UAE മറന്നുപോയി. ഇത് കണ്ടു കഴിഞ്ഞാൽ പറയോ UAE എന്ന്. ചാനൽ പോലെ കൊടുത്തേക്കുന്ന ഇവിടുത്തെ ഇറിഗേഷന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന വെള്ളമാണ്. ഇനി അത് ഇവിടെ കണ്ടോ, ബങ്ക് കെട്ടി അടച്ചു വെച്ചേക്കുക, അങ്ങോട്ട് കയറണ്ടാന്ന്. ഇപ്പം നമുക്ക് ഇതുവഴി എനിക്ക് പോയി നോക്കാം. അങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട്, ആ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ആ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. ഈ റെഡ് ഫോർട്ട്, മനാമയിലെ റെഡ് ഫോർട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഫോർട്ട് കാണാൻ വേണ്ടി. വാവ്, ഇതാ ഫോർട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ച. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫോർട്ട്, റെഡ് ഫോർട്ട്. This fort was built during the rule of Sheikh Humaid bin Abdulaziz Al-Nuaimi between 1910-1928. ഈ ഫോർട്ടിന്റെ എൻട്രൻസ് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഒരുപാട് മിലിറ്ററി പഴയ ഓൾഡ് വെഹിക്കിളൊക്കെ ഇല്ലേ, ജീപ്പ്, അതേ കണക്ക് തന്നെ പഴയ പഴയ ഓരോ വെഹിക്കിൾസ് അവിടെ കൊണ്ട് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഉൾഭാഗം അതൊക്കെ തന്നെ ആൻറ്റി കളക്ഷൻ തന്നെ പറയാൻ പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ജീപ്പ് കിടപ്പുണ്ട്. അതിൻ്റെ ക്യാരിയറൊക്കെ ഉണ്ടോ ഫ്രണ്ടിൽ, നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതരം വൈബ് കിട്ടുന്ന ഒരു ഇതാണ്. അതായത് അവിടുത്തെ ട്രക്കൊക്കെ കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അതിൻ്റെ ഫ്രണ്ട് ഭാഗം സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊന്നും അല്ല കാഴ്ച, ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലണം. അങ്ങനെ നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് പോവുകയാണ്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. കോട്ടയ്ക്കുള്ളിലേക്ക് കയറാൻ തന്നെ വലിയ 2 ഡോർസാണ്. ആ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പം കാണുന്നൊരു കാഴ്ചയാണ്. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നീണ്ടു കിടക്കുന്ന വലിയ വരാന്തയാണ്. എന്ന് വെച്ചാൽ ആ വരാന്തേൻ്റെ സൈഡുകളിലായിട്ട് കുഞ്ഞു 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 റൂമുകളാണ്. അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി ഇത് ഒരു റിനോവേറ്റഡ് ഫോർട്ടാണ്. ഇതിൻ്റെ മുമ്പിലുള്ള പണ്ടുണ്ടായിരുന്ന ഫോർട്ട് ഇതിന് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് വേറൊരു സ്റ്റൈലിലായിരുന്നു അവർ കെട്ടിയിട്ടുണ്ടായിരുന്നത്. മേൽക്കൂര മുഴുവൻ ഓരോ സ്റ്റിക്ക് വെച്ചിട്ടും അതേനൊക്കെ തന്നെ പനയോലകൾ വെച്ചിട്ടും റാന്തൽ വിളക്ക് തൂക്കിയിട്ടും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വിൻറ്റേജ് ലുക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് അവരെൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയേക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഈ കെട്ടിവെച്ചേക്കുന്ന ഈ വാളിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇത് ചെങ്കൽ ഉപയോഗിച്ചാണ് കെട്ടിയേക്കുന്നത്. ചെങ്കൽ മല പൊട്ടിച്ച് അത് ബ്രിക്കുകളാക്കി അങ്ങനെയാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് വെക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക രീതിയിലൊരു വൈബ്, ഒരു അട്രാക്ഷൻ ആ ഒരു ബിൽഡിങ്ങിന് തന്നെ കൊണ്ടുവരികയാണ്. ഇതിന് ചുറ്റും കേട്ടോ, ഈ ചുറ്റും മാവുകളാണ്, കുഞ്ഞു കുഞ്ഞു മാവുകൾ. പക്ഷേ ഞാൻ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് നിറച്ച് കാച്ചു കിടക്കുക. ഇതിപ്പോൾ ഒരൊറ്റ മാങ്ങ കൂടിയില്ല. അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഇതെൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആട്ടോ. അതിൻ്റെ സൈഡിൽ കുറേ ചെടികളുണ്ട്. ബൊഗെയിൻവില്ല, നമ്മുടെ നാട്ടിലെ പാരിജാതം, അതുകണക്ക് തന്നെ തട്ട് റോസ എന്ന് പറയത്തില്ല, എന്താ പറയുക, നിറച്ച് അടുക്കളായിട്ടുള്ള റോസ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചെടികളുണ്ട്. ഇതാണ് ആ ഫോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡ്. അതിൻ്റെ 2 സൈഡിലായിട്ട് ഒരു ഹെറിറ്റേജ് ലുക്ക് വരാൻ വേണ്ടി ഇതൊക്കെ ഈ ബീമില്ലേ നല്ല ഇരുമ്പിലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ബീമിൻ്റെ മേളിൽ തടി കൊണ്ട് പാവിയിട്ട് അതിൻ്റെ മേളിൽ പനയോല വെച്ചാണ് കെട്ടി വെച്ചേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു, നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അതും ഇപ്പം നല്ല തണുപ്പ് സമയമാണ്. ആ സമയത്ത് ചെന്ന് നിന്നാണ്ടല്ലോ ഭയങ്കര രസം. അതുപോലെ ഈ ഒരു സ്ഥലത്ത് പ്രത്യേകത ഒരു കാറ്റ് തന്നെയാണ്, ഭയങ്കര തണുത്ത കാറ്റ്. ഈ വ്ലോഗ് തുടങ്ങുന്ന സമയം ആദ്യം നിങ്ങളടുത്ത് ഞാനൊരു കഥ പറഞ്ഞിരുന്നു ഇല്ലേ, റപ്പൻസൽ രാജകുമാരീൻ്റെ. അപ്പോൾ ആ കഥകളിൽ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അത് എനിക്ക് കാർട്ടൂണുകളിലായാലും ഞാൻ അങ്ങനെ കൂടുതൽ അങ്ങനത്തെ കുട്ടി സ്റ്റോറീസ് ഞാൻ കാണുന്നത്, എനിക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ള എൻ്റെ മൈൻഡിൽ ഓൾറെഡി സെറ്റായിട്ടുള്ളൊരു രൂപം, ഒരു കോട്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സംഭവം കാണുമല്ലോ. എനിക്ക് ഇവിടെ ആക്ച്വലി വന്നപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് അത് തന്നെയാണ്, മോർണിംഗ് ഗ്ലോറി. റപ്പൻസൽ രാജകുമാരിയെ ഒരു ദുർമന്ത്രവാദിനി കൊണ്ടുപോയിട്ട് വലിയൊരു കോട്ടയ്ക്ക് മണ്ടയിൽ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നിട്ട് രാജകുമാരി ഇങ്ങനെ നോക്കത്തില്ല. എനിക്ക് ആ കോട്ട കാണുമ്പോൾ എനിക്കതാ ഓർമ്മ വരുന്നത്. ആ നീളമുള്ള മുടി, ആ മുടി ഇങ്ങനെ നീട്ടിയിട്ട് ആ രാജകുമാരനെ കാണുന്നതും ആ രാജകുമാരൻ ആ മുടിയിൽ വലിഞ്ഞിട്ട് ഇങ്ങനെ കോട്ടയ്ക്കുള്ളിൽ വരുന്നതും ആ വിഷ്വൽസാണ് എനിക്ക് കംപ്ലീറ്റ് ആ ഒരു കോട്ട കണ്ടപ്പോൾ ഓർമ്മ വന്നത്. It is one of the most ancient fort and it was used as a royal residence.
പഴയ റെഡ് ഫോർട്ടിനെ റിനോവേറ്റ് ചെയ്തുണ്ടാക്കിയതാണ് ഈ റെഡ് ഫോർട്ട്. ഇതിൻ്റെ ആ മേൽഭാഗത്ത് കാണുന്ന ആ ടവറിൽ കാണുന്നത് ഇത് കണ്ടോ, അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇങ്ങനൊരു സംഭവം കണ്ടു. ആക്ച്വലി എനിക്കിത് കണ്ടപ്പോൾ എന്താ ഓർമ്മ വന്നറിയാമോ, ഇൻഗോസ്റ്റ് ഹൗസിൽ ഒരു പ്രേതം ഇറങ്ങി വരുന്ന ഒരു കിണറുണ്ടല്ലോ, ആ കിണർ എനിക്ക് ഓർമ്മ വന്നത്. ഇത് കണ്ടോ, ഇത് അതിൻ്റെ ഉള്ളിലെ ഒരു ഫൗണ്ടൈനാണ്. ഈ കല്ല് ആക്ച്വലി അവിടെ ഉണ്ടായിരുന്ന കല്ല് അവർ പൊട്ടിക്കാണ്ട് തന്നെ അവിടെ വെച്ചിരുന്നതാണ്. കാര്യം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു റൂമുണ്ട്, അവിടെയും ഈ കല്ല് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ കല്ല് ഓൾറെഡി അവിടെ നിന്നിരുന്നതാണെന്ന്. ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കണം, എന്താണെന്നറിയത്തില്ല, ഒരു പ്രത്യേകതര സുഖമാണ്. ആ കാറ്റും കണ്ട് അവിടുത്തെ കാഴ്ചകളും കണ്ട് അവിടെ നിന്നുള്ള കാഴ്ച ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. പണ്ട് രാജകുമാരിമാരൊക്കെ വന്ന് നിന്ന് നോക്കുന്ന പോലെ ഭയങ്കര രസമുള്ളൊരു ഫോർട്ട് തന്നെയാണ്. ഈ ഫോർട്ടിന് റെഡ് ഫോർട്ട് എന്ന പേര് വരാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ആക്ച്വലി ഇതൊരു റിനോവേറ്റഡ് ഫോർട്ടാണ്. പണ്ട് ഇതൊരു റെഡ് കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെങ്ങനെ വന്നെന്നറിയാമോ? പണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരുന്ന സമയത്ത് അതിൻ്റെ എക്സ്റ്റീരിയറിൽ ഒരു റെഡ് പ്ലാസ്റ്ററിങ് ആണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു റെഡിഷ് കളറിൽ കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് ഈ റെഡ് ഫോർട്ട് എന്ന പേര് വന്നത്. ആക്ച്വലി അവരതിനെ റിനോവേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രക്ചറാക്കി വെച്ചേക്കുന്നത്. ആക്ച്വലി പണ്ടത്തെ റെഡ് ഫോർട്ടിൽ ഇതൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ആദ്യത്തെ റെഡ് ഫോർട്ടിലാണെങ്കിൽ ആകെപ്പാടെ 4 റൂംസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2 ടവർ, അതായത് 2 ടവറിലായിട്ട് 2 റൂം വെച്ചിട്ട് അങ്ങനെയായിരുന്നു. പിന്നെ 1985 അവർ വീണ്ടും ഒരു ടവർ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു റിനോവേഷൻ നടത്തിയിരുന്നു. അതിനുശേഷം 2016 ഈ ഒരു റിനോവേഷൻ നടന്നേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറേ കുട്ടി റൂം, അന്ന് ഞാൻ ആദ്യം വന്ന സമയത്ത് ഇതെല്ലാം ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ ചെന്നപ്പോൾ അതെല്ലാം ക്ലോസ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മേലിൽ കാണുന്ന ഒരു റൂമാണ് കേട്ടോ. ഈ സൈഡിൽ കാണുന്ന ഇത് കണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായോ? പണ്ടത്തെ കാലത്ത് ഒരു റൂമിൽ നിന്ന്, അതായത് താഴത്തെ ഫ്ലോറിൽ നിന്ന് മേലത്തെ ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടി, പിടിച്ചു കയറാൻ വേണ്ടി, അത് എന്താ പറയാ, സ്റ്റെപ്പാണത്. അതിൽ ചവിട്ടി വേണം മുകളിലേക്ക് പോകാൻ. ഏറ്റവും ടോപ്പിലുള്ള റൂമിൽ നിന്ന് നമ്മൾ തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ചയാണ് ആ മനാമേൻ്റെ ആ ഒരു ഭംഗിയും കാര്യവും. അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക ആ ടവറിൻ്റെ. ആ ഒരു റൂം മാത്രമേ അവിടെ ഉള്ളൂ. അതിനുശേഷം നമ്മൾ നേരെ താഴേക്ക് വന്നു. ഈ അൽമനാമ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്. അതായത് ഇൻ ദ ഏർലി 20th century അജ്മാനിലുള്ള ഒരു ഷേഖ, married to the ruler of Fujairah, Sheikh Mohammed bin Ahmad al-Sharqi. ആ രാജാവ് ആ ഷേഖയ്ക്ക് ഡൗറിയായിട്ട് കൊടുത്തതാണ് ഈ അൽമനാമ എന്ന് പറയുന്ന സ്ഥലം. സോ അതാണ് ഈ സ്ഥലം അജ്മാൻ്റെ കീഴിൽ വന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അടിക്രോസ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു. അതെല്ലാമാണ് ഈ പൂക്കൾ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ, നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നിയോ? ഈ കോട്ട കണ്ടപ്പോഴത്തേക്ക് റപ്പൻസൽ രാജകുമാരിയുടെ കോട്ട പോലെ തന്നെ നിങ്ങൾക്ക് തോന്നിയോ? അതോ എനിക്ക് മാത്രമാണോ തോന്നിയത്? ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കും കേട്ടോ തോന്നിയത്. പക്ഷെ ബ്യൂട്ടിഫുൾ ഫോട്ടോ അല്ലേ ഇത്? എന്ത് രസമല്ലേ ഫോട്ടോ കാണാൻ. ആ ഫോർട്ടിൻ്റെ പുറത്തായിട്ട് തന്നെ ഒരു കുട്ടി സൂ ഒരുക്കിയിട്ടുണ്ട്, ഒരു മിനി സൂ അണക്കും ഒരുക്കിയിട്ടുണ്ട്. ഭയങ്കര രസമാട്ടോ. ഒരുപാട് ആനിമൽസ് അല്ല എങ്കിലും അത്യാവശ്യം വേണ്ട നല്ല നല്ല രസമുള്ള കുട്ടി ആനിമൽസ് ഒക്കെ അവിടെ ഉണ്ട്. ഫ്രണ്ട് എൻട്രൻസിൽ നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇതേ കണക്കൊരു ഏരിയ കിട്ടും. അവിടെ ഇരിക്കാനായിട്ടൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഏരിയ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് സ്നാക്സ് കഴിക്കാം, റിലാക്സ് ചെയ്യാം. അതിന് തൊട്ടടുത്തായിട്ടാണ് ഞാൻ പറഞ്ഞ ഈ മിനി സൂ ഉള്ളത്. ഇതവിടുത്തെ നമ്മുടെ UAEയുടെ നാഷണൽ ആനിമലായ അറേബ്യൻ ഓറിക്സ് ആണ്. ഇതിനെ കണ്ടില്ലേ? ഇതിനെ കാണുമ്പോഴത്തേക്ക് യൂണിക്കോൺ കണക്ക് തോന്നത്തില്ലേ? അതിന് സൈഡ് തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒറ്റ കൊമ്പ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം അതിനെ കണ്ടാൽ അസല് യൂണിക്കോൺ നിൽക്കുന്ന പോലെ തോന്നുന്നത്. ഇതിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാ ചാച്ചൻ പറഞ്ഞത്, അത് മാത്രമല്ല നിന്റെ കൂട്ടുകാരന്മാരും അവിടെ ഉണ്ടെന്ന്. ദേ കിടക്കുന്നു ഡോങ്കി. ഇതിന് പുറമേ തന്നെ സീബ്രയുണ്ട്, നല്ല ഗുണ്ടായിട്ട് മുഴുത്ത് സീബ്ര. പിന്നെ തന്നെ ഒരു സൈഡിലായിട്ട് മാൻകുട്ടികളും ഉണ്ട്, ഇഷ്ടം പോലെ മാൻകുട്ടികളും ഉണ്ട്. ഇതിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു കുട്ടി മാനില്ലേ ഓടി എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു, ഷോക്കടിച്ച പോലെ കുറച്ചു നേരം അങ്ങനെ നിന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തോട്ട് വന്ന് പിന്നെ അതങ്ങ് ഓടിയൊക്കെ പോയി. ഭയങ്കര രസമുള്ളൊരു ഏരിയ കേട്ടോ. ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകുന്ന അറിയത്തേയില്ല. അങ്ങനെ എൻ്റെ അൽമനാമ റെഡ് ഫോർട്ടിൻ്റെ കാഴ്ചകൾ ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത ഒരു കുട്ടി വ്ളോഗ് വരുന്നവരെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ. ബസ്സലാമ.